അവസാന ദിവസം നമ്മൾ മിഷിഗണിലാണുള്ളത്. മഹായാനത്തിലെ വണ്ടിയുടെ കൂട്ടാ നല്ല കട്ടിയാ. പോവാ നമുക്ക് അടുത്തൊന്നും കാണാം. നാളെ തന്നെ ഉണ്ടാക്കാം. ഓക്കെ കേട്ടോ. സമ്മറായതുകൊണ്ട് റോഡിലൊക്കെ നിറയെ പിള്ളേരാട്ടോ. ഒക്കെ വട്ടം ചാടാതെ സൂക്ഷിക്കണം. കാരണം പിള്ളേരാകുമ്പോഴത്തേക്ക് ഇതൊന്നും ശ്രദ്ധിക്കുകയല്ലേ. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് ഇൻ ദ സെൻസ് ലീഗലി പിള്ളേർക്ക് ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അവർ വട്ടം ചാടിയതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഓടിക്കണവൻ്റെ നെഞ്ചത്തേക്കായിരിക്കും എല്ലാവരും കൂടെ. നമ്മളെന്തായാലും കറങ്ങി തിരിഞ്ഞ് വീടെത്തി. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതെല്ലാം പുറത്തിറക്കി വെച്ച് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാം. നമ്മുടെ കുറേ ഇൻഡോർ ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ പുറം ലോകം കണ്ടിട്ട് കുറേ നാളായി. വിൻ്റർ അല്ലായിരുന്നോ, അതിൻ്റെ ഇടയ്ക്ക് സമ്മറായിരുന്നപ്പോഴത്തേക്കും ആ സമയത്തെല്ലാം ഭയങ്കര കാറ്റുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നിനും പുറത്തിറക്കാൻ പറ്റിയില്ല. ഒന്ന് പുറത്തിറക്കി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. Hi. Hi. Do you want to say hi to my video? Hi. പോകാറായോ? പോകാറായില്ല. ആ, അതെല്ലാം കഴിച്ചേക്കാം. നല്ല വിശപ്പ്. ആണോ? കഴിക്കാൻ കണ്ടോ ഞാൻ ഉണ്ടാക്കിയ മഫിൻസും കുക്കീസും. ആഹാ, കാണിച്ചേ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ നമ്മൾ ഈ മഫിൻസ് ഉണ്ടാക്കുമ്പോഴേ ഈ ഡോം വരാൻ വലിയ പാടാ. അതൊക്കെ വലിയ ആൾക്കാർ ഉണ്ടാക്കുമ്പോഴേ വരുള്ളൂ. നമ്മൾ ഉണ്ടാക്കി അത്ര സെറ്റ് ആകൂല, എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷെ ഇത് കണ്ടോ, നല്ല ഷേപ്പ് ഉണ്ട്. അടിപൊളിയാ. ടേസ്റ്റ് ഉണ്ടോ? ഓ അടിപൊളി ചോദിച്ചാൽ 9 മണിക്കാണോ? അല്ല 9:30 കയറിയാൽ മതി. അപ്പോൾ 8:45 ഇറങ്ങണം കേട്ടോ പപ്പാ. എന്നാടാ ചക്കരേ? എനിക്ക് 9 മണിക്ക് ജോലിക്ക് കയറണം. 9:30 ജോലിക്ക് കയറണ്ടേ. അപ്പോൾ 8:45 ഇത് ലാസ്റ്റ് മിനിറ്റ് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കഴിച്ചേച്ച് നമ്മൾ മാറണം. ഇന്ന് എന്നൊക്കെയാ ചോറിന്? നമുക്ക് മട്ടൻ ഉണ്ട്, ചെറിയ കുഞ്ഞുമീൻ വറുത്തതുണ്ട്, കാച്ചുമോരുണ്ട്. അതൊക്കെ ഇപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. ഇച്ചിരി പഴയതാ. എന്നുവെച്ചാൽ 2 ദിവസം ഓൾഡാ. അതുകൊണ്ട് ഞാനൊരു ഫ്രഷ് മുട്ട പൊരിച്ചതും കൂടെ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് കുക്കുംബർ മറ്റേ റൈത്തയില്ലേ, അതുകൊണ്ട്. ഇത് ഞങ്ങൾ ഇന്നലെ മിച്ചം വന്ന ചോറ് കൊണ്ടുണ്ടാക്കിയ ഗാർലിക് എഗ് ഫ്രൈഡ് റൈസാ. കണ്ടോ? ഗാർലിക് എഗ് ഫ്രൈഡ് റൈസ്. ഓക്കെ. ഒരുപാട് നോക്കുന്നോ? ഇച്ചിരി നോക്കിക്കോ. അങ്ങനെയുണ്ട്. കുഴപ്പമില്ല, നല്ല. ഇത് ശരിക്കും നമ്മുടെ ട്രക്കയിൽ ഇരിക്കുന്ന ആ ഒരു RC കാർ പിങ്കിമോൻ്റെ കാറാണ്. അത് ഞാൻ കൊണ്ടുപോയതിൻ്റെ പകരമായിട്ട് പിങ്കിമോന് മേടിച്ച കൊടുത്താൽ. അതുകൂടാതെ പിങ്കിമോൻ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കിഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പിങ്കിമോൻ്റെ ടോയ്സ് സാക്രിഫൈസ് ചെയ്യാറുണ്ട് അല്ലേ പിങ്കിമോനെ? പിങ്കിമോൻ അത്രയും സൂപ്പറാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന സാധനങ്ങൾ പിങ്കിമോൻ ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കും. അങ്ങനെ ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചാണ് ഇതൊരു കോർവെറ്റാ. അടിപൊളി സാധനം. ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ അകത്ത് ഞെക്കാതെ തന്നെ ജസ്റ്റ് സ്പീഡ് ഞെക്കി ഈ സാധനം ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കാർ ഇങ്ങനെ തിരിയും. അപ്പം നമുക്ക് ഓടിക്കാൻ നേരത്തെ ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓടിക്കാം. പപ്പ അതെ ഇത് വീഡിയോ എടുക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടോ ജെയിൻ? ഡിഡ് യു ലൈക്ക് ഇറ്റ്? ഡിഡ് യു ലൈക്ക് ഇറ്റ് ജെയിൻ? പപ്പ എവിടെ ഏതാണ്ടൊക്കെ വീഡിയോ എടുപ്പിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ജെയിൻ ജെയിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആരും നോക്കുന്നില്ല. ഞാൻ നോക്കിയപ്പോ അവിടെ നൈസായിട്ട് അവളുടെ ടോയ് ഒക്കെ കാണിച്ചോണ്ടിരിക്കുക. ഇത് ചാർജ് ചെയ്തോടാ കാറ്? Should we play today? Yeah. It's showing lights. എന്താ അത് ഓണല്ലായിരിക്കും. Oh, I'm not
ഇത് പിങ്കിമാൻ്റെ കോർവെറ്റ് അല്ലേ? അത് രണ്ടും ഓൺ ചെയ്യണം. യോ താഴെ പൊട്ടിപ്പോവും. താഴെ ഇറക്കി കിട്ടോ ഓടിക്ക്. അപ്പോൾ ഞാൻ എന്താണ്ട് ചുമ്മാ ആമസോണിൽ നമ്മുടെ ഒരു ബേസ്ബോൾ ജേഴ്സി ഓർഡർ ചെയ്തതാണ്. നമ്മുടെ ഡയലോഗ്സ് 86 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം ഇതിൻ്റെ ഇട വന്നായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ കൈ കിട്ടുന്നത്. അങ്ങനെയുണ്ട്. ആണ് ബേസ്ബോളിൻ്റെ ജേഴ്സി കേട്ടോ. പപ്പ ഇട്ടിട്ട് കൊള്ളാം കേട്ടോ. പറഞ്ഞിട്ട് വന്ന് ചാടാ. Nope. എങ്ങനെയുണ്ട് പിങ്കുവൻ? അഭിപ്രായം പറഞ്ഞേ. It's meh. എനിക്ക് ഇഷ്ടപ്പെട്ടു പപ്പ. ആണോ? എന്നോട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം. അപ്പന് മോളുടെ അഭിപ്രായം മതി. നമ്മളെയൊക്കെ ആർക്ക് വേണം? I'm kidding. എനിക്ക് അങ്ങനത്തെ നെക്ക് ഇഷ്ടമല്ല. അത് നമ്മളങ്ങനെ മനസ്സിലായോ? I'm sorry. ബേസ്ബോളിന്റെ നെക്ക് ഇങ്ങനെയാ. Guys, എന്തിനാ അപ്പൊ ബേസ്ബോളിന്റെ അല്ലാത്ത നെക്ക് വാങ്ങിച്ചുകൂടെ അപ്പയ്ക്ക്? വാങ്ങിക്കാം. ഇതിപ്പോ ബേസ്ബോൾ ഇപ്പൊ ഒരു ട്രെൻഡാണ്. hey, can we listen to music for this dinner? പിങ്ക താഴെ പോയി പപ്പയുടെ റമ്മിങ് എടുത്തോണ്ട് വരുമോ? It's beautiful, I know. താങ്ക് യു. എന്നാപ്പാ I know. Everything I do is amazing. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചോറ്. മട്ടൻ കറി എന്തേടി? What can I say? It's one of my charms. അച്ചാറ് വേണോ? തലടിച്ചിട്ട് കിട്ടു. ഗ്രീക്ക് യോഗട്ടിൽ ഉണ്ടാക്കിയതാ, അതുകൊണ്ട്. ഓക്കെ. കൂട്ടാൻ പോലും ഇല്ല നമുക്ക്. പപ്പേ എന്താ കൂട്ടാൻ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും എടുത്ത് പുറത്ത് വെക്കണം. His palms are sweaty, knees weak, arms are heavy. There's vomit on his sweater already. Mom's spaghetti, he's nervous, but on surface he looks calm. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഓഫ് ഡേ ആണ്. നിങ്ങൾ കണ്ട പോലെ ഈ ആഴ്ച നമുക്ക് ഒരു ദിവസമേ ഓഫുള്ളൂ. നാളെ രാവിലെ അടുത്ത ട്രിപ്പുമായിട്ട് നമുക്ക് റെനോയ്ക്ക് പോകണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ കൂടെ കൊണ്ടുവരുന്നത് നമ്മുടെ ഓഫ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പം കൂടുതലായിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നീനൂസ് രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. എന്താ പരിപാടി? ഞാന് പപ്പയ്ക്ക് കൊണ്ടുപോകാനുള്ള ചിക്കൻ വിന്താലും ഉണ്ടാക്കുക. പിന്നെ പോർക്ക് റിബ്സിനുള്ള അരക്കുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇന്നലെ ഞാനും പെങ്കിവനും കൂടെ TV ഒക്കെ കണ്ടത് താഴെ കിടന്നു കേട്ടോ. എടാ പല്ല് വെക്കുക, പോയി പല്ല് വെച്ചിട്ട് വാ. നമ്മുടെ ചെടികൾക്കൊക്കെ അൺഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടു വെച്ചേക്കും. പോയി പല്ല് വെച്ചിട്ട് വാടാ. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ TV ഒക്കെ കണ്ട് നന്നായിട്ടൊന്ന് മയങ്ങി. അത് വൈകുന്നേരം 3:30-4 മണിയാവാൻ പോകുന്നു. എല്ലാവരും എണീറ്റ് ഒരു കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പിക്ക് ഫാൻസി ആയിട്ടൊന്നുമില്ല, കുറച്ച് ബ്രെഡ് ആൻഡ് ബട്ടറും 2 കാപ്പി. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇറങ്ങിയത് കണ്ടോണ്ടിരിക്കുകയാണേ. ഹായ്. പണി കഴിഞ്ഞാ? അതേണ്ട വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങിയോണ്ടുണ്ടല്ലോ ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ഒരു ദിവസം. അപ്പം നമ്മുടെ ഗരാഷൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് നമ്മുടെ ഈ ബാർബിക്യൂൻ്റെ മെഷീനൊക്കെ പുറത്ത് ഔട്ടാക്കേണ്ട ഒരു ദിവസമാണിന്ന്. അപ്പം മാഡം പയ്യെ പണി തുടങ്ങി. ബൈക്കൊക്കെ ഇറക്കി വെച്ചോ? എൻ്റെ അമ്മേ. അതെ, മാത്തു ഹീറോ ആയിട്ടുള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. എന്റെ ഹീറോയിസും കൂടെ ഒന്ന് കാണിക്കാനായിട്ട് സ്ഥലം തരണം. ഇത് കണ്ടോ, ഇത് നമ്മള് വിന്ററിൽ ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇത് നമ്മുടെ ഇവിടോട്ടുള്ളതാ. എവിടാ? ഗരാജിനകത്തോട്ടും ഇത് നമ്മുടെ പുറത്തോട്ടുള്ളതും ആ വാൽവ്. ഓക്കെ. അതായത് സംഭവം വേറൊന്നുമില്ല, നമ്മുടെ വീടിന്റെ പുറകു ഭാഗങ്ങളിലുള്ള പൈപ്പുകളിലേക്കുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ വിന്റർ സമയത്ത് ആ വാൽവ് ക്ലോസ് ചെയ്ത് ആ വാട്ടറിന്റെ അവൈലബിലിറ്റി കംപ്ലീറ്റ് ലോക്ക് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുറത്തുള്ള പൈപ്പുകളിലൊക്കെ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള പൈപ്പുകളിലൊക്കെ ഈ വെള്ളം കട്ട പിടിച്ചിരുന്ന ഇത് ചിലപ്പം ആ പൈപ്പെല്ലാം പൊട്ടിപ്പോവാനും കംപ്ലീറ്റ് വാട്ടറിന്റെ സിസ്റ്റം തകർന്നു പോകാനും സാധ്യതയുണ്ട്. ടെമ്പറേച്ചറിൽ ഇതിനകത്ത് ഇപ്പം വെള്ളം ഇരിക്കുവാണെങ്കിൽ അത് ഫ്രീസ് ആയിട്ട് നമുക്ക് അറിയാലോ, ലിക്വിഡിനെക്കാളും ഇത് ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ അവർക്ക് അറിയാടേ. നമ്മള് ബിയറൊക്കെ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും ബിയറിന്റെ ഇത് പൊട്ടിപ്പോവില്ലേ, സ്വാഭാവികം. ഓക്കെ. സോ അപ്പത്തേക്കട്ടോ നേരത്തെ വാൽവ് ക്രോസ് ആയിരുന്നു. ഒരു പൈപ്പിന് നേരെ വരുമ്പോൾ വാൽവ് ഓൺ, നമ്മള് വാൽവ് അടയ്ക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പൈപ്പിലെ വെള്ളം തുറന്ന് കളഞ്ഞിട്ട് എംറ്റി ആയിട്ട് വേണം വിന്ററിൽ കീപ്പ് ചെയ്യാൻ. ഇപ്പൊ വിന്റർ കഴിഞ്ഞ് സമ്മർ ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ തുറക്കുക. നമ്മള് സൈഡിലത്തെ ഇത് ഇപ്പോഴേ ഓപ്പൺ ചെയ്യണം. ഇവിടെ സൈഡിലത്തെ വെള്ളം ഓപ്പൺ ചെയ്തോ. ചപ്പ് ചവറിന് ഇവള് പറഞ്ഞത് നമ്മൾ കഷ്ടപ്പെട്ട് നെവാഡയിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെയിനാട്ടോ. ഇത് ഇപ്പൊക്കെ തന്നെ കഴുകി നമുക്ക് ജിമ്മിലേക്ക് കൊണ്ടുപോകാം.
കാരണം തല വീഴാതെ നോക്കണേ. വേണോ? പൊടി പാർന്ന് സ്റ്റീം. ആ അതെ. അത്ര വലിയ ബാക്കൊക്കെ ഉപയോഗിച്ചാ ഞങ്ങള്. എടാ അതിന്റെ കാറ്റ്. വണ്ടി നോക്കി പോവും. എടാ റോഡ് നോക്കുമ്പോ നോക്കിയില്ല, മനസ്സിലായോ? നമ്മൾ പിന്നെ ഈ തൂക്കുന്നതല്ലേ വെറുതെ ആയിപ്പോയി. വേണ്ട, നമ്മുടെ വിന്റർ സീസണിൽ സോൾട്ട് ഇടുമല്ലോ റോഡിൽ ബെറ്റർ ആവാൻ വേണ്ടിട്ടേ. അതിന്റെ കൂട്ടത്തിൽ ഉപ്പും മണലും മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് അലമ്പായ ഐറ്റംസ് ആണ് ഈ കിടക്കുന്ന മണൽ മുഴുവൻ നമ്മുടെ റോഡിൽ കേട്ടോ. അപ്പോൾ ബൈക്കൊക്കെ ഇറക്കുമ്പോഴത്തേക്കും തെന്നി വീഴും. അപ്പോൾ ഇതെല്ലാം നമ്മളിഞ്ഞ് വാരിക്കളയണം. നിറ മണലാ. എന്തൊക്കെയാ നമ്മുടെ പ്ലാന്? നമ്മളിപ്പോ ഇവിടെ തൂത്ത് വാരി കഴിഞ്ഞു. ആ, ഇതെടുത്ത് നമ്മൾ പിന്നിലിടുന്നു. ഓക്കെ. ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചള്ള പോലെ, അത് പൊടിമണല. അത് കഴിഞ്ഞു ഇത് കൊണ്ട് പുറത്ത് വെക്കുന്നു, ബാർബിക്യൂ. ഓക്കെ. ഇവിടെ ഒന്ന് വൃത്തിയാക്കണം ബേസിക്കലി. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ബെറ്റർ ആയില്ലേ? ആ ചക്കര എടുത്തോണ്ട് വന്ന ഗാർബേജ് ബാഗില്ലേ, ഇച്ചിരി നീക്കി ലോക്ക് ചെയ്ത് അതിൻ്റെ തോണ്ടിട്. നമ്മൾ കഴിഞ്ഞ സമ്മറിന് പിങ്കിമോൻ ഉണ്ടാക്കി കൊടുത്ത വീടാ ജെയിൻസ് ഹോം. കഴിഞ്ഞ സമ്മറിനെ എൻ്റെ ജോലി സ്ഥലത്തും ഞാൻ കുറച്ച് പാലറ്റ്സ് എടുത്തുകൊണ്ട് വന്നു. സ്കിഡുകളില്ലേ, അത് കണ്ടിച്ച് പിങ്കിമോൻ ഉണ്ടാക്കിയതല്ലേ? അത് വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് കണ്ടോ, ജെയിൻസ് ഹോം. കിളിക്കൂടൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ, ചുമ്മാ ഒരു ഫ്രെയിം. ഇത് ഈ വെള്ള ചിപ്സ് ഇട്ടേക്കുന്നിട ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ആ മറ്റേ സാധനം ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഈ ഇങ്ങനെ കയറി കിടക്കുന്നിടവേ ജസ്റ്റ് ആ വെള്ളം ഒന്ന് കാണാനായിട്ട് കച്ചി പെറുക്കി എടുത്താൽ. നമ്മുടെ ഫയർ പിറ്റായിരുന്നു അല്ലേ? ഫയർ പ്ലേസാ. ഇതിൻ്റെ മുകളിലാണ് മറ്റേ ഫയറിൻ്റെ സാധനം. അപ്പം വേണമെങ്കിൽ ഈ കല്ല് മാറ്റിയിട്ട് വേറൊരു കല്ലിടാം. ചിലപ്പോൾ ഈ പോച്ചയ്ക്ക് ഇത് കിളിച്ച് വരും, അകത്തൂടെ കിളിച്ച് വരുന്നുണ്ട് ഇപ്പം തന്നെ. എന്താണേലും കിളിച്ച് വരും, അത് നമ്മൾ ചെയ്യാൻ നേരത്തെ ചെയ്യാം. ഇപ്പം തൽക്കാലത്തേക്ക് ഇത് പണി തീർക്കാം. സ്കൂട്ടർ എടുത്തോണ്ട് വന്ന് അപ്പോൾ ചാർജ് ചെയ്യാൻ വെച്ചായിരുന്നോ? എന്നെ വിട്ടായിരുന്നോ അതിന്? ഞാനാണ് അപ്പം ഹൈബോയ് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വരാം. ഓക്കെ. സമ്മറിൽ കുറേ സാധനങ്ങൾ നമ്മുടെ ഗരാഷിലും വെച്ചു. അതോടൊപ്പം തന്നെ കുറേ സാധനങ്ങൾ നമ്മുടെ ബേസ്മെൻറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എവിടെയാണ് ലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടല്ലോ ഹൈബോയ്, അപ്പോൾ അതൊന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. വണ്ടി മുഴുവനായിട്ട് വേണേൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാം. പക്ഷെ അതിന് പകരം നമുക്ക് ഈ ബാറ്ററി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിലും ചാർജ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഹലോ. ഓ, ആ സൈഡ് മുഴുവൻ വൃത്തിയാക്കി, ചപ്പ് ചവറുകൾ. നീ ഇതെല്ലാം വൃത്തിയാക്കുക. ഇതാ ഗ്രീൻ ഇങ്ങനെ എടുത്തോണ്ട് വരാമെങ്കിൽ ഇതെല്ലാം എടുത്തിടായിരുന്നു. എടാ നമുക്കത് ഫയറായിട്ട് ഉപയോഗിക്കാം. ഫയറിന് വേണ്ട ഇങ്ങനത്തെ ചെറിയ ഗ്യാസ് ഊറ്റുകൾ കണ്ടോ, ഇതിനെ പ്രൊപ്പൈൻ ടാങ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇവിടുത്തെ കടകളിലെല്ലാം കിട്ടും. അതായത് തീരുന്നത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് പുതിയത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ പ്രൊപ്പൈൻ ടാങ്ക്സ് ആണ് നമ്മൾ ബാർബക്യൂ മെഷീനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾക്കും ഒക്കെ. പിന്നെ വേണ്ട നമ്മുടെ ഫയർ പിറ്റ് വേണ്ട ഇപ്പം നീന നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്ത് കൊണ്ടുവച്ചു. സാധാരണ ഇതിൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കാനുണ്ട് നമുക്ക്. പക്ഷെ അത് മുന്നോട്ട് പോകും തോറും നമുക്ക് ഫ്രീ ഉള്ള ഒരു ദിവസം അത് ചെയ്യാം. അതുപോലെ ഇതും ഒന്ന് മറ്റേ റെസ്റ്റ് ഒക്കെ അടിച്ചു. അതുകൊണ്ട് അതൊന്ന് ചിരണ്ടിയിട്ട് ബ്ലാക്ക് പെയിന്റ് അടിക്കണം. ഇതെല്ലാം നമ്മുടെ ക്രിസ്മസിൻ്റെ ലൈറ്റുകളായിരുന്നു നമ്മൾ പുറത്ത്. കാരണം ഇതിൻ്റെ അകത്തെ കൂടെ ഒക്കെ ലൈറ്റ് ഉണ്ടേ. നമ്മൾ കറണ്ടൊക്കെ കുത്തിയിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്ത് ലൈറ്റ് കളിയുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് തിരിച്ച് ബേസ്മെൻറ്റിൻ്റെ അകത്തേക്ക് ഉണ്ടാകും. നമുക്ക് ഗരാഷ് മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടണം. നമ്മുടെ ജോലി സ്ഥലത്തെ നമ്മൾ മെക്കാനിക്കിന്റെ അടുത്ത് പോയപ്പോഴേ പുതിയ ബിൽഡിംഗ് പണിയുമല്ലേ P3. അപ്പോൾ അതിന്റെ ടൂൾസ് ഒക്കെ വരുന്ന പെട്ടിയാ. അപ്പോൾ നല്ല ഇതിലും വലിയ പെട്ടിയൊക്കെ ഉണ്ട്, നമുക്ക് അത് എടുത്തോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതിന് നല്ല വ്യാപാരിയൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കണല്ലേ. ഉണ്ടോ? അടിപൊളിയാ. ഇരിക്കുകയും ചെയ്യാം, സ്റ്റൂൾ പോലെ ഇരിക്കുകയും ചെയ്യാം. എന്തെങ്കിലും അത്യാവശ്യം വെക്കുകയും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാം, ഒറ്റ കളറാക്കാം, സ്പ്രേ പെയിന്റ് അടിച്ച്. ഓക്കെ. എന്നിട്ട് കണ്ടോ സെറ്റ്.
കാറിന്റെ ബോട്ടം അടച്ചേക്കാം. നമുക്ക് പെയിന്റ് അടിക്കാം. അപ്പോൾ വിന്റർ സീസൺ തുടങ്ങിയ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. Can I put it outside of my little house? Mama, can I put it outside of my house? നമ്മുടെ വണ്ടി 2004 റോഡ് കിങ് ആണ്, ഹാർലി ഡേവിഡ്സൺ റോഡ് കിങ്. ഇതാണ് അതിൻ്റെ ഫ്യൂവല്. പിന്നെ ഇത് ചോക്ക്, ഇതാണ് ഇഗ്നിഷൻ. പിന്നെ അതോടൊപ്പം നമ്മൾ റണ്ണിൻ്റെ ബട്ടൺ സ്റ്റാർട്ട് ചെയ്യണം. ന്യൂട്രലിലാണ് വണ്ടി. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബാക്കിലോട്ട് പോലെ. ആ ചോക്ക് എപ്പോഴും ഓണാ. വണ്ടി ഒന്ന് ഹീറ്റായിട്ട് നമുക്ക് ചോക്ക് ഓഫ് ചെയ്യാം. നേരത്തേക്ക് അതിൻ്റെ സൗണ്ട് കുറച്ചുകൂടെ അടിപൊളിയാവും. ആ എന്തായാലും മൊത്തത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു ബേസിക് ക്ലീനിങ് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നോടെ ഒന്ന് സെറ്റ് ആക്കണേ. ഒരാൾ പിന്നെ ഒരു പണി തുടങ്ങിയാൽ എന്ത് ചെയ്താൽ അവസാനിപ്പിക്കാമല്ലോ. റോഡെല്ലാം അടിച്ച് ക്ലീനാക്കി കയറി വരുള്ളൂ. പിന്നെ ഒരു വിധത്തിൽ പുറത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തന്നെ വീണ്ടും പെരക്കകത്തേക്ക് കയറിയിട്ടുണ്ട്. വിശന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. സമയം 10 മണിയായി. ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് റിപ്സ് ഉണ്ട്, പിന്നെ പൊട്ടറ്റോ അല്ലടി. ഞാൻ റിപ്സ് ചെയ്യട്ടെ. റിപ്സ് എടുത്ത് ഇതിനകത്തോട്ട്. റിപ്സ് എന്നാ ചെയ്യണ്ടേ? റിപ്സ് അല്ല അരച്ച് പുരട്ടി വെച്ചേക്കുമല്ലേ, അത് ആ സിൽവർ ഫോയിലിനകത്ത് പൊതിഞ്ഞ് ട്രേക്കകത്തോട്ട് വെക്കുക. ഓക്കെ. നമുക്കത് ഓവൻ ചൂടാക്കി ഓവനകത്ത് വെക്കാം. ഇച്ചിരി എണ്ണ സ്പ്രേ അടിക്കണേ. അങ്ങനെ ഇന്നത്തെ ഡിന്നറിന് താണ്ട പ്രിപ്പയർ ചെയ്യുന്നത് പൊട്ടറ്റോസും. ഇത് എന്നാ പൊട്ടറ്റോസ് ആണ് മീൻസ്? റോസ്റ്റ് പൊട്ടേറ്റോ. റോസ്റ്റ് പൊട്ടറ്റോ നമ്മൾ പാർ ബോയിൽ ചെയ്തിട്ട് ഓവനകത്ത് കുറച്ച് ഒലിവ് ഓയിലും ഹെർബ്സും ഒക്കെ ഇട്ട് ഗാർലിക് പൗഡറും ഒക്കെ ഇട്ട് അങ്ങ് മുരിച്ചിട്ടു. അതോടൊപ്പം നമുക്ക് കുറച്ച് പോർക്ക് റിപ്സും റെഡി ആവുന്നുണ്ട്. കാണിക്കാം. ഇതങ്ങ് മാറ്റി വെച്ചേ. ഇതാണ് നമ്മുടെ റിയൽ ടൈം. വി ആർ ഗോയിങ് ടു ഡബിൾ ചെക്ക് ഇഫ് ഇറ്റ്സ് കുക്ക്ഡ് പ്രോപ്പർലി. നമ്മളിപ്പം നമ്മുടെ വാഴയിലൊക്കെ പൊള്ളിച്ചെടുക്കുന്ന പോലെ നമുക്കിവിടെ വാഴയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സിൽവർ ഫോയിലിനകത്ത് ഇങ്ങനെ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് നോക്കിക്കാം. കണ്ടോ? എനിക്കിതിൻ്റെ മോൾ വശം കുറച്ചുകൂടെ ആയാൽ കൊള്ളാമെന്നുണ്ട്. ആയടാ വേണ്ട, അവിടെയൊക്കെ വിട്ടു പോന്നു ഓൾറെഡി. അതാണ്, പക്ഷെ താഴ്വശമായി. മോൾ വശം ആയെന്നാ എനിക്ക് വേണം. എനിക്കായെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഈ ഭാഗം കണ്ടോ. ഫൈനലി നമ്മുടെ പോർക്ക് റിപ്സ് റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിച്ചേക്കാം. എനിക്ക് വേണ്ടേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ. കിഡിലൻ പോർക്കിൻ്റെ റിപ്സ്, പൊട്ടറ്റോ, പിന്നെ ഒരു അടിപൊളി ബക്കാടി ബ്ലാക്ക്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് സമയമായി. തത്രപ്പാടിലാണ്. പിങ്കിമോനെ സ്കൂളിൽ വിട്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ നിൽക്കുക. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കോട്ടേജ് ചീസ്, എഗ്ഗ്, ടോസ്റ്റഡ് ബ്രെഡ്, സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലി വീഡിയോയുടെ അവസാനം വരെ കണ്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളോട് എനിക്കൊരു അപ്ഡേറ്റ് അറിയിക്കാനുണ്ട്. സംഭവം വേറൊന്നുമല്ല, നമ്മളിപ്പം ഈയിടെ നമ്മുടെ ഡെയിലി വീഡിയോസ് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തോളം ആകുന്നു. എന്തുകൊണ്ടോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡയറക്ഷനിലല്ല നമ്മുടെ ഡെയിലി വീഡിയോസിൻ്റെ ഒരു റെസ്പോൺസ് പോകുന്നത്. നിങ്ങൾ പലരും എന്നെ നോട്ടിഫൈ ചെയ്ത പോലെ തന്നെ പലരും കമൻറ്റിൻ്റെ അകത്താണേലും ഇൻസ്റ്റയിലാണേലും നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വ്യൂവർഷിപ്പ് ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഡെയിലി വീഡിയോസ് തുടങ്ങിയ പിന്നെ ശ്രദ്ധിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമ്മുടെ ഡെയിലി വീഡിയോസ് ഇടുന്ന ആ ഒരു പരിപാടി നമ്മൾ പയ്യെ ഒന്ന് നിർത്തുവാണ്. എന്നിട്ട് വീണ്ടും ഫിലിം മേക്കിങ്ങിൽ നമ്മുടെ വ്ളോഗ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നല്ല അടിപൊളി കണ്ടൻറ്റുകളുമായിട്ട് ഒരു ഒന്നരാടൻ എന്നുള്ള ബേസിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് കാലം ഉണ്ടാകുന്നത്. എനിക്കറിയാം നമ്മളെ എന്തിട്ടാലും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര്, ഞങ്ങൾ മാറ്റി ബ്രോ എന്തിട്ടാലും ഞങ്ങൾ കാണും എന്ന് പറയുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പം അവരെ ആരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരെയും എനിക്ക് പേഴ്സണലി ഓർമ്മയുണ്ട്. നമ്മൾ എന്തിട്ടാലും കമൻ്റ് ഇട്ടിട്ട് വീഡിയോ കാണുന്ന ഒത്തിരി പേര്, അവരെല്ലാം നിങ്ങളെല്ലാം എൻ്റെ മനസ്സിന് ഹാർട്ടിന് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കൊക്കെ വിഷമാവുമെന്നും അറിയാം, പക്ഷേ എന്നാ ചെയ്യണേ, എനിക്കും വിഷമമാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ നല്ല എൻജോയ് ചെയ്താണ് ഡെയിലി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്രമാതീതമായ വീഡിയോസിൻ്റെ വ്യൂസ് എന്തുകൊണ്ടോ താഴെ പോകുമ്പോഴത്തേക്കും നമുക്കും അതൊരു സന്തോഷമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഇത്രയും സന്തോഷം ഒരു കാര്യം ചെയ്ത് രാവിലെ നമുക്കറിയാം അതിൻ്റെ റെസ്പോൺസ് നോക്കണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്നാലും നമ്മൾ നോക്കിപ്പോകും, കാരണം ഡെയിലി ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ. എനിവേ, അപ്പോൾ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ 12 മണിക്കൂറിൻ്റെ ജോലിക്കിടയിലും നമുക്ക് വേണമെന്ന് വെച്ചാൽ ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റും എന്നൊരു സാധനം മനസ്സിലായി. എനിവേ, ഇനി പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. ഈ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഒഫീഷ്യലി അറിയിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി എന്തായാലും നമ്മളിടുന്ന ഈ ഒന്നരാടൻ വീഡിയോസിനും മറ്റുള്ള വീഡിയോസിനൊക്കെ നമുക്കൊന്ന് വ്യൂവർഷിപ്പ് ഒന്ന് കയറ്റിക്കൊണ്ട് വന്നിട്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വീണ്ടും ഡെയിലി വീഡിയോസുമായിട്ട് തിരിച്ചു വരാം. അപ്പം മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നോടം വരെ നമ്മുടെ ഡെയിലി വീഡിയോസ് ഉണ്ടാകുന്നതല്ല. എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.